പെർഫോമൻസ് വേറെ ലെവൽ അസാധ്യമായിരുന്നു മമ്മൂക്കയുടെ. എല്ലാം കൊണ്ടാണ് മോഹൻലാൽ ഇങ്ങനത്തെ റോൾസിൽ ചെയ്യാം. പക്ഷേ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോട് സംസാരിക്കാൻ പേടി, ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികളോട് സംസാരിക്കാനും പേടി. അതിന്റെ കാരണം എന്താണെന്നറിയോ? അത് നമ്മൾ പരസ്പരം സംസാരിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ പേടി മാറണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാമോ? നമ്മൾ പരസ്പരം സംസാരിക്കണം. അങ്ങനെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് കോൾമേറ്റ്സ്. അപ്പോൾ ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സംസാരിക്കാം. അപ്പോൾ മറക്കണ്ട, ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്തോളൂ കോൾമേറ്റ്സ്. നല്ല പടമായിരുന്നു. മമ്മൂക്കയുടെ അഭിനയം ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. ലിജോ ജോസ് പുലിശ്ശേരിയുടെ ആ ഒരു ഫ്രെയിമൊക്കെ ഭയങ്കര രസമായിരുന്നു. കോമഡി അല്ല, പക്ഷേ ഭയങ്കര രസമായിരുന്നു. കോമഡിയല്ല, നമ്മൾ അതിൽ ഒരുപാട് എന്താ പറയുക, കൂടുതൽ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു പടമാണ്. നല്ല അസാധ്യമായിരുന്നു മമ്മൂക്കയുടെ. നല്ല സിനിമയായിരുന്നു, നല്ലൊരു മൂവിയാണ്. എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. മമ്മൂക്കയുടെ പെർഫോമൻസ് വേറെ ലെവൽ. ഒരുപാട് നാളുകൂടി നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരു മമ്മൂക്കയെ കാണാൻ കഴിഞ്ഞു. നമ്മളിപ്പോൾ മാസ് പടങ്ങളിലാണ് കൂടുതലും കണ്ടത്. കോമഡി അല്ല, ലൈറ്റ് ആയിട്ടുള്ള ഹ്യൂമർ അവിടെ ഇവിടെയും റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു മേക്കിംഗ് ആണ്. നല്ല രസമാണ്, എന്റർടൈനിങ് ആണ്, നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമ തന്നെയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി പടം, അടിപൊളി. മമ്മൂക്ക ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിലുള്ളൊരു എന്താ പറയുക, വളരെ നൈസായിട്ട് ഒരു പരിപാടിയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി പടം. എന്തായാലും അവാർഡുകൾ വാരി കൂട്ടുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കോമഡിയൊക്കെ വളരെ സിറ്റുവേഷൻ അനുസരിച്ചായിട്ട് റിയലിസ്റ്റിക് ആണ്. നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ എത്തിപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ഇതിൽ കാണിക്കുന്നത്. അടിപൊളി. എനിക്ക് ഭയങ്കര കണക്ട് ആയിട്ടുണ്ട് പടം. അടിപൊളി പടം. അതുപോലെ തന്നെ പ്രേക്ഷകർക്കൊക്കെ ഒരുപാട് ചിരിക്കുന്നുണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ. പിന്നെ അതിൽ ഒരു പാട്ടി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അതിലൊന്നൊരു പട്ടി പോലും അടിപൊളിയാണ്. അടിപൊളി പടം. ഒരു റിയലിസ്റ്റിക് പടമാണ്, ഒരു ക്ലാസിക് ഫിലിമാണ്, എയ്സ്തെറ്റിക്കാണ്. എല്ലാം കൊണ്ട് ഒരു വേൾഡ് ക്ലാസ് മൂവിയാണ്. ലിജോ പുലിശ്ശേരിയുടെയും മമ്മൂട്ടിയുടെയും, ഈവൻ അശോകൻ തന്നെ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടിയോടൊപ്പം. നല്ലൊരു തോട്ടാണ് ലിജോയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഒരു വേൾഡ് ക്ലാസ് ഫിലിമാണ്. ഞാൻ ഒരു നൈറ്റിൽ കാണില്ല. ആകെ ഒരു പ്രശ്നം പറഞ്ഞാൽ സബ് ടൈറ്റിലില്ല. ആ പ്രോബ്ലം ഉണ്ട്. തമിഴ് എനിക്ക് മനസ്സിലായി. അത് മാത്രമേ ഉള്ളൂ. എല്ലാം കൊണ്ട് നല്ലൊരു മൂവിയാണ്, ഒരു ക്ലാസിക് മൂവിയാണ്. എല്ലാം കൊണ്ടാണ് മോഹൻലാൽ ഇങ്ങനത്തെ റോൾസിൽ ചെയ്യാം. പക്ഷേ ആൻഡ് ഒരുപാട് പോലെ ചില ആൾക്കാർ കാരണം പുള്ളി ചെയ്യാത്തത്. ഇനി അതിലേക്ക് വരുമെന്ന് നോക്കട്ടെ. മമ്മൂട്ടി ഓൾറെഡി ട്രാക്കിലേക്ക് പോകുന്നു. ഇനി മോഹൻലാലും വരികയാണെങ്കിൽ 80 റിപ്പീറ്റ് ചെയ്യും. മോഹൻലാൽ ഇങ്ങനത്തെ വേഷങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും. ഉഗ്രൻ പെർഫോമൻസാണ്, ഉഗ്രൻ ആക്ടിംഗ് ആണ്. പെർഫെക്റ്റ് ആക്ടിങ് വന്നതാണ്. പെർഫെക്റ്റ് ആക്ടിംഗ് ആണ്.